ഹലോ ഫ്രണ്ട്സ്, വണ്ടി ടൊയോട്ട കോളിസ് ആണ്. ടൊയോട്ട കോളിസ് 2004 മോഡൽ RS വേരിയൻറ്റ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇതിൽ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ എടുത്തിട്ട് ഏറെക്കുറെ പണികളൊക്കെ ചെയ്തു. ഇതിനകത്ത് വൈറ്റ് സ്മോക്ക്, അതുപോലെ ബ്ലാക്ക് സ്മോക്ക്, പുള്ളിങ് കുറവ്, മൈലേജ് ഷോട്ട് എന്ന് പറഞ്ഞിട്ട് പമ്പ്, നോസിൽ, അങ്ങനെയുള്ള ഒരുപാട് വർക്ക് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ. വണ്ടി എടുത്തതിന് നല്ല റേറ്റ് കൊടുത്തിട്ട് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഫുള്ള് വർക്ക് ചെയ്തു. അതിനുശേഷം എല്ലാ വർക്കും ചെയ്തിട്ടും കംപ്ലൈൻറ്റ് ശരിയാകാത്തത് കൊണ്ടാണ് നമ്മുടെ അടുത്ത് വന്നത്. അങ്ങനെ നമ്മൾ വണ്ടി വന്നപ്പോൾ തന്നെ ചെക്ക് ചെയ്തു. വണ്ടി അത്രയും കോളീസിനോട് ഇഷ്ടപ്പെട്ടിട്ടാണ് സാർ വണ്ടി എടുത്തത്. ഈ വണ്ടി എടുത്ത് പണിത് ഒരുപാട് രൂപ ഇതിനകത്ത് ചിലവാക്കിയിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടും വണ്ടി കംപ്ലൈൻറ്റ് ശരിയായില്ല. അപ്പോൾ പിന്നെ കസ്റ്റമറുടെ മനസ്സിനകത്ത് ഈ വണ്ടി ഡ്രോപ്പ് ചെയ്താലോ എന്നുള്ളൊരു മൈൻഡ് വന്ന് കൊടുത്തിട്ട് വേറെ ഇന്നോവ എടുക്കാം, എന്താ വെച്ചാൽ വണ്ടി പണിതിട്ട് ശരിയാവണില്ല എന്നുള്ളൊരു മൈൻഡ് വെച്ചിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വന്നത്. ഹരിപ്പാടെന്നാണ് വണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൽ മെയിൻ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീകംപ്രഷനാണ്. വണ്ടി ഡീകംപ്രഷൻ ആയതുകൊണ്ടാണ് ഈ ഫോൾട്ടുകളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ വേറെ നമ്മൾ ബാക്കി എന്ത് പണി ചെയ്തിട്ടും കാര്യമില്ല, ആ കംപ്ലൈൻറ്റ് അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ നോക്കി അതുപോലെ സസ്പെൻഷൻ ചെറിയ കംപ്ലൈൻറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്തു. എൻജിൻ ഫുള്ളായിട്ട് വർക്ക് ചെയ്തു. ഇതിൽ ഫുള്ള് പിസ്റ്റണും കാര്യങ്ങളെല്ലാം മാറി വൃത്തിയായിട്ട് പണിയെടുത്തിട്ടുണ്ട്. വണ്ടി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇടുമ്പോൾ തന്നെ ഒരു ജെന്യൂനിറ്റി നല്ലവണ്ണം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സൗണ്ടിൽ തന്നെ വണ്ടി ഓടിക്കുമ്പോഴും നമുക്ക് ആ ഒരു സ്മൂത്ത്നെസ് ഹെവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വണ്ടി ഇങ്ങനെ ഗിയറൊക്കെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പഴം പോലെ ഇങ്ങനെ അങ്ങ് പോവുക. സ്മൂത്ത് എന്ന് പറഞ്ഞാൽ സ്മൂത്തായിട്ട്. അത് ഇനിയിപ്പോൾ ഓടിച്ച് നോക്കി അവരുടെ ഒരു കമൻറ്റ് കിട്ടിയാലേ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം അത് സത്യമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലല്ലോ. വണ്ടി ഓടിക്കുന്ന ആൾക്ക് തന്നെ അറിയുള്ളൂ കറക്റ്റായിട്ട്. പിന്നെ കുറച്ച് ടച്ചിങ്ങും മറ്റേ പെയിൻറ്റിങ് ഒക്കെ പറഞ്ഞു. പക്ഷെ അതിനൊന്നും സമയമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ചെയ്യാൻ നിന്നാലും വണ്ടി തീരില്ല. അപ്പോൾ പോളിഷ് മാത്രം ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കാനായിട്ടാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ കോളിസിന് കറക്റ്റായിട്ട് നിങ്ങൾ ഒരു 5000 അല്ലെങ്കിൽ ഒരു 7000 ഓയിൽ സർവീസ് ചെയ്യുക. ഒരു 2000 കിലോമീറ്റർ ആകുമ്പോൾ എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യുക. അങ്ങനെ ചെയ്താൽ തന്നെ ഇങ്ങനെയുള്ള പണികളൊക്കെ ഒഴിവായിട്ട് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ അത്രയ്ക്ക് വൃത്തിക്ക് ഓടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പിന്നെ വലിയ കുഴപ്പമില്ല. ഹൈവേയിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ട് വരില്ല. ഇങ്ങനെ പോക്കറ്റ് റോഡിലൊക്കെ ഓടുകയാണെന്നുണ്ടെങ്കിൽ മണ്ണും പൊടിയും എയർ ഫിൽറ്റർ പെട്ടെന്ന് കയറാനും അത് ബ്ലോക്കായിട്ട് പിന്നെ വലിക്കുമ്പോൾ അതിൻ്റെ മണ്ണിൻ്റെ അംശം എഞ്ചിനകത്ത് കയറാനും സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ എഞ്ചിൻ പണി കൂടുതലായിട്ടും കോളിസിന് വരുന്നത്. അപ്പോൾ മീറ്റർ ചെറുതായിട്ട് ഫോൾട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ കേബിളാണെന്ന് തോന്നുന്നു ഫുൾ അഴിച്ചല്ല. അപ്പോൾ അതൊന്ന് അഴിച്ച് നോക്കണം അത് എന്താണെന്നുള്ളത്. എന്ന് വെച്ചാൽ മീറ്റർ വർക്കിംഗ് കറക്റ്റായിട്ടുള്ള വർക്ക് വേണ്ട. 140 കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. എവിടെയോ ഒരു ലൂസ് കോണ്ടാക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കണം. പിന്നെ സസ്പെൻഷൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗവും പക്ക ക്ലിയർ ആണ്. ഇപ്പം വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഗ്രിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ഗ്രിപ്പ്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ സ്റ്റിയറിങ്ങിന് നല്ല പ്ലേ ഉണ്ടായിരുന്നു. അതും നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ യോക്കൊക്കെ മാറ്റി സെറ്റാക്കി. ആ ഒരു പ്ലേയും കൂടെ പോയപ്പോൾ നമ്മൾ ചെറിയ പ്ലേ പോലും ഇല്ല ഇപ്പോൾ സ്റ്റിയറിങ്ങിലാണെങ്കിലും. വണ്ടി നമ്മൾ ഓടിക്കുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റായിട്ട് ഇതാവുന്നുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ നല്ല പ്ലേ ആണ്. ആ പ്ലേ ആകുമ്പോൾ നമുക്ക് ഓടിക്കാനും സുഖം ഉണ്ടാവില്ല. കുറേ നമ്മളെ ടോർസ് ലോറി ഓടിക്കുന്ന മാതിരി വേണം ഓടിക്കാനായിട്ട്. അപ്പോൾ അതും കൂടെ ക്ലിയർ ആക്കിയപ്പോൾ എല്ലാം കംപ്ലീറ്റ് വർക്ക് ചെയ്ത്. ഇപ്പോൾ എന്തെല്ലാം അതിൽ കംപ്ലൈൻറ്റ് ഉണ്ടോ അത് കംപ്ലീറ്റ് സെറ്റാക്കിയിട്ട് ഇനിയിപ്പോൾ കസ്റ്റമർക്ക് കുറേ കാലം ഇങ്ങനെ വെച്ച് ഓടിച്ചുകൊണ്ടിരിക്കാം. അതുപോലെ സ്മോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ കാണില്ല, ബാക്കിൽ നോക്കിയാലേ കാണുള്ളൂ. സ്മോക്കോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ സ്റ്റാർട്ടിങ് ആണെന്നുണ്ടെങ്കിലും പക്ക സ്റ്റാർട്ടിങ് ആണ്. എപ്പോഴും കോളിസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോയി കൊണ്ട് കിടക്കുന്ന ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കോളിസ് യൂസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ പുതിയതായിട്ട് എടുക്കുന്ന ആൾക്കാർക്കാണ് പറയുന്നത്. എപ്പോഴും കോളിസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാലത്ത് മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഒരു 10 സെക്കൻഡ് കീ ഓണാക്കി ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ആ സ്മോക്ക് ഇല്ലാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഒറ്റയടിക്ക് അര ക്രാങ്കിൽ വണ്ടി സ്റ്റാർട്ടാണ്. ക്രക്ക് എന്ന് പറയുമ്പോഴേക്കും വണ്ടി സ്റ്റാർട്ടാണ്. അപ്പോൾ തന്നെ സ്മോക്ക് ഇല്ലാതിരിക്കുള്ളൂ. അല്ലാതെ ഒരു ചുറ്റിന് 1.5 ചുറ്റ് ചുറ്റിയ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എന്തായാലും വൈറ്റ് സ്മോക്ക് ഹെവി ആയിട്ട് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പച്ച ഡീസൽ കത്താത്തതിൻ്റെ ഒരു ഇതാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കോളിസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാലത്ത് ഇതുപോലെ, അല്ലെങ്കിൽ 1-2 പ്രാവശ്യം കീ ഓണാക്കി ഓഫാക്കിയാലും കുഴപ്പമില്ല. എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കംപ്രഷൻ ചേമ്പറിൻ്റെ ഉള്ളിൽ ഒരു ഹീറ്റ് ആവണം. എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് സ്റ്റാർട്ടിങ്ങിന് കറക്റ്റ് ആവുള്ളൂ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ഡിലേ വരും. അതുപോലെ സ്മോക്കും ഹെവി ആയിട്ട് തള്ളും. ആ സ്മോക്ക് വരുന്നത് വൈറ്റ് സ്മോക്ക് ആയിരിക്കും. അത് എൻജിൻ വർക്കിൻ്റെ അല്ല കേട്ടോ.
ആ സ്മോക്ക് വരുന്നത് പച്ച ഡീസൽ കത്താതെ തള്ളുന്ന ഡീസലിൻ്റെ ഇതാണ്. അപ്പോൾ അത് അങ്ങനെ. പിന്നെ ഇതിപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം 2000 കിലോമീറ്റർ വരെ ഈ ഒരു 60-70 കിലോമീറ്ററിൽ കൂടുതൽ RPM കയറ്റാതെ ഒരു 1500, 2000 എന്നുള്ള RPMൽ കറക്റ്റായിട്ട് കയറ്റി പോയാൽ തന്നെ കറക്റ്റ് എൻജിൻ സെറ്റ് ആവുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം 2000 കിലോമീറ്ററിൽ ഓയിൽ സർവീസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ എങ്ങനെ വേണമെങ്കിലും ഓടിക്കാം. ഇനിയിപ്പോൾ ഈ വണ്ടിയിൽ ഫുൾ സിന്തറ്റിക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫുള്ളി സിന്തറ്റിക് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഫുള്ളി സിന്തറ്റിക് ആണ്. ഇനിയിപ്പോൾ ഫുൾ ടൈം അവർക്കും ഫുള്ളി സിന്തറ്റിക് യൂസ് ചെയ്യും. അതല്ലാതെ നമ്മൾ ഒരുപാട് ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയുടെ എൻജിൻ കണ്ടീഷൻ അനുസരിച്ചാണ് നമുക്ക് ഈ ഓയിൽ നോക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടിലേക്ക് വരും. അപ്പോൾ ഏകദേശം വർക്കുകൾ കംപ്ലീറ്റ് ചെയ്താണ്. മീറ്റർ പയ്യെ ഇറങ്ങുള്ളൂ. അപ്പോൾ എവിടെയോ ഒരു വയറിങ്ങിൻ്റെ എന്തോ ഒരു പ്രശ്നമുണ്ട്. വയറിംഗ് അല്ല, കേബിളിൻ്റെ. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ക്ലിയർ ചെയ്യണം. RPM എല്ലാം കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. എല്ലാ വണ്ടികളും RS വണ്ടികളിലും RPM കറക്റ്റായിട്ട് വർക്ക്. അപ്പോൾ അങ്ങനെ. അതുപോലെ തന്നെ നമുക്കിനിയിപ്പോൾ ലോഗോ സെറ്റ് ചെയ്യാനുണ്ട്. ലോഗോ നമ്മൾ ഒറിജിനൽ ലോഗോ മേടിച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് കൊണ്ടുവന്ന് തന്നെയാണ്. ഇതാണ് ലോഗോ വരുന്നത്. ലോഗോ സെൻറ്റർ പോർഷൻ ഇങ്ങനെ നമുക്ക് സിൽവറിൽ വരും, ബാക്കി ഗോൾഡ് വരും. അതാണ് ഒറിജിനൽ. സാധാ നോർമൽ ഡ്യൂപ്ലിക്കേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ഗോൾഡ് ആയിരിക്കും. അതും ഈ ഷൈനിങ് ഉണ്ടാവില്ല. ഇതും നമുക്ക് ഗ്രൂപ്പിലുള്ളൊരു ഫ്രണ്ട് തന്നെയാണ് അയച്ചു തന്നത്. നമുക്ക് എല്ലാ കാര്യത്തിനും സഹായിക്കാൻ ആളുള്ളത് കൊണ്ട് നമുക്ക് കാര്യങ്ങൾ ഈസി ആവും. എന്താ വെച്ചാൽ എല്ലാവരും ഈ വണ്ടിയെ ക്വാളിറ്റിനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ആ രീതിക്ക് എന്ത് പറഞ്ഞാലും എത്തിച്ചു തരാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ട്. നമ്മളിപ്പോൾ ലോകമാണെങ്കിലും ശരി, ഇനി വേറെ എന്ത് വേണമെന്നുണ്ടെങ്കിലും ആരുടെ അടുത്ത് എവിടെ നിന്ന് ചോദിച്ചാലും അത് കറക്റ്റ് ടൈമിൽ നമുക്ക് എത്തിച്ചേരും എല്ലാവരും. അതുപോലെ തന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി പരമായിട്ടില്ലെങ്കിൽ ഏത് വണ്ടിയാണെങ്കിലും ശരി അത് കറക്റ്റ് ക്ലിയർ ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. എന്താ വെച്ചാൽ ആ വണ്ടി നിലനിൽക്കണം. ആ വണ്ടിയുടെ ഇഷ്ടം കൊണ്ടാണ് അത് കറക്റ്റായിട്ട് ചെയ്യുന്നത്. ഇപ്പം തന്നെ ഇത് സാറ് ഡ്രോപ്പ് ചെയ്യാൻ പോയതാണ് ഈ വണ്ടി. വേണ്ട ഇനിയിപ്പോൾ ഒഴിവാക്കണമെന്നുള്ള രീതിക്ക് സംസാരിച്ചാൽ, പക്ഷേ നമ്മളെല്ലാം ക്ലിയറാക്കി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈമിംഗ് ബെൽറ്റ്, ക്ലച്ച്, പിന്നെ ഡ്രൈ ബെൽറ്റുകളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. വണ്ടിയും പക്കാ നീറ്റ് വണ്ടിയാണ്. ഒരു കുഴപ്പമില്ല വണ്ടിക്ക്. ബോഡിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പോൾ പോളിഷും കൂടെ അടിച്ചപ്പോൾ വണ്ടി ഭയങ്കര ഷൈനിങ്ങും കാര്യങ്ങളായിട്ടുണ്ട്. പക്കാ നീറ്റ് വണ്ടിയാണ്. ടച്ചപ്പും പോളിഷും പറഞ്ഞാൽ ചെറിയ ചെറിയ വർക്കുള്ളൂ, മേജർ വർക്കല്ല. പക്ഷെ അതിനുള്ള ഒരു സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്തിട്ടില്ല. സമയം ഇനിയും ഒരുപാടാവും. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. എൻജിൻ പക്ക നീറ്റാണ്. സൗണ്ടും നമുക്ക് ആ പോളിസിൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ നമുക്കറിയാം കറക്റ്റ് എങ്ങനെയാണ് വർക്കിംഗ് എന്താണെന്നുള്ളത്. ഇത് പക്കയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും 2000 കിലോമീറ്റർ ഓടിച്ച് കഴിഞ്ഞാൽ മാത്രമേ ബാക്കി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയില്ല. 2000 കിലോമീറ്റർ ഓടിച്ചതിന് ശേഷം ഇത് എന്താ പറയുക, ലീക്കുണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതൊക്കെ അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എൻജിൻ വർക്ക് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2000 കിലോമീറ്റർ സർവീസ് അങ്ങനെ ഒരു 2-3 സർവീസ് നമ്മുടെ അടുത്തേക്ക് കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ നമുക്ക് ആ വണ്ടിയുടെ കണ്ടീഷൻ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുപോലെ എന്താ പറയുക, 3 സർവീസ് നമ്മുടെ കയ്യിൽ വന്നാൽ തന്നെ ആ വണ്ടി ഏത് ലെവലിലാണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് ഇതാക്കാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സർവീസ് കഴിയുമ്പോൾ ഒരു വണ്ടി വന്നിട്ട് ഒരു ഒറ്റ സർവീസിൽ തന്നെ അതിൻ്റെ A to Z കാര്യങ്ങൾ നമുക്ക് കറക്റ്റാക്കാൻ പറ്റില്ല. 1-2 സർവീസ് വന്നാൽ തന്നെ നമുക്കത് വണ്ടി കണ്ടീഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത 2000 കിലോമീറ്റർ സർവീസ് നമ്മുടെ അടുത്ത് തന്നെ വരണം. അതുപോലെ തന്നെ അടുത്ത സർവീസ് നമ്മുടെ കയ്യിൽ വന്നാൽ തന്നെ വണ്ടി നമ്മുടെ കൺട്രോളിൽ വരുള്ളൂ. വണ്ടി പക്ക പെർഫെക്റ്റ് ആവുള്ളൂ. എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനും പറ്റുള്ളൂ. ഇല്ലാതിരുന്നെങ്കിൽ ആവില്ല. ഒറ്റ ഇതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഫോൾട്ട് ചിലപ്പോൾ മേ ബി വരാം. അപ്പോൾ അത് സെറ്റാക്കണമെന്നുണ്ടെങ്കിൽ വണ്ടി 2ാം വർഷം നമ്മുടെ അടുത്ത് വന്നാൽ മാത്രമേ അത് പറ്റുള്ളൂ. അതുപോലെ ഇൻറ്റീരിയലും ഒക്കെ എല്ലാം അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ സീറ്റ് കവറും എല്ലാം നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആൾക്ക് വണ്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഏകദേശം കുറേ കിലോമീറ്റർ ഇനി സുഖമായിട്ട് ഓടിക്കാം. അപ്പോൾ ടെസ്റ്റും കഴിഞ്ഞാന്ന് തോന്നുന്നുണ്ട്. പിന്നെ 2004 പറയുമ്പോൾ ഈ വർഷമാണെന്ന് തോന്നുന്നു ടെസ്റ്റ്. അപ്പോൾ പിന്നെ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞ് 5 വർഷം സുഖമായിട്ട് വണ്ടി ഓടിക്കുക, ഒരു കുഴപ്പമില്ല. വണ്ടി ഇപ്പോൾ സൈഡിൽ നിന്ന് നമുക്ക് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ കറക്റ്റ് നോയ്സ് തന്നെ കണ ഒരു ടൂണ് വരും പോളിസിന്. ആ ഒരു ടൂണ് പക്കയായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ബൈ.
അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് നോക്കിക്കോളൂ കേട്ടോ. ഉണ്ടോ, ഇങ്ങനെ സ്റ്റാർട്ടാവണം പക്കയായിട്ട്. ഒറ്റയടിക്ക് പിടിച്ചാൽ അത് കണ്ടല്ലേ. അര ക്രാങ്കിങ്ങിലാണ് വണ്ടി സ്റ്റാർട്ടാകുന്നത്. അങ്ങനെ സ്റ്റാർട്ടായാൽ മാത്രമേ നമുക്ക് സ്മോക്കും കാര്യങ്ങളും ഇല്ലാതെ പക്കയായിട്ട് കിട്ടുള്ളൂ. ഇതിൽ പമ്പിൽ ടൈമിങ് കാര്യങ്ങൾ മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റാർട്ടിങ് കിട്ടില്ല. കണ്ടല്ലേ, അര ക്രാങ്കിങ് എന്ന് വെച്ചാൽ ഒരു പിസ്റ്റൺ മുകളിൽ പോയി താഴെ വരുമ്പോഴത്തേക്കും വണ്ടി സ്റ്റാർട്ടാവണം, അല്ലെങ്കിൽ താഴ്ന്ന് മേലെ വരുമ്പോഴത്തേക്കും വണ്ടി സ്റ്റാർട്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് സ്മോക്ക് ഇല്ലാതെ കറക്റ്റായിട്ട് ഇതാവുള്ളൂ. ഒരു തരി പോലും സ്മോക്കില്ല. ഇനിയിപ്പോൾ ഓടോടെ സെറ്റാവും വണ്ടി, വീണ്ടും സെറ്റാവും. സാധാരണ എഞ്ചിൻ പണിയൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ഫോൾട്ട് കാര്യങ്ങൾ, പമ്പിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഈ ഐഡിലിങ്ങിൽ തന്നെ നമുക്ക് സ്മോക്ക് ഫീൽ ചെയ്യും നല്ലവണ്ണം. ഒരു തരി പോലും ബൈക്കോ ബാക്കോ ഒന്നും തന്നെ നമുക്ക് പക്ക